ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സ്റ്റുഡൻസ് ഗൈഡ്. കേരള ബഡ്ജറ്റ് 2026-27 വർഷത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ക്ലാസ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി നമുക്ക് കേരള ബഡ്ജറ്റ് 2026-27 പ്രധാന പോയിന്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേരള ബജറ്റ് 2026-27 സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുകയും പൊതുജനക്ഷേമം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നതിനായി നിരവധി പ്രധാന പദ്ധതികളും വികസന പരിപാടികളും നയപരിഷ്കാരങ്ങളും അവതരിപ്പിക്കുന്നു. മിഷൻ സമുദ്ര, ഓപ്പറേഷൻ തൂഫാൻ എന്നിവ മുതൽ ആരോഗ്യരംഗം, ടൂറിസം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട പുതിയ പദ്ധതികൾ വരെ ഈ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുസ്ഥിര വികസനം, തൊഴിൽ സൃഷ്ടി, സാമൂഹിക സുരക്ഷ എന്നിവ ലക്ഷ്യമാക്കിയുള്ള ഈ ബജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങളും ഹൈലൈറ്റുകളും ഓരോ കേരള PSC പരീക്ഷാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഈ കേരള പുതിയ ബഡ്ജറ്റിലെ പ്രധാന പോയിന്റുകൾ എന്ന് നോക്കാം. 2026 ജൂണിൽ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? VD സതീശൻ, മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി VD സതീശൻ നികുതി, പ്ലാനിംഗ് എന്നിവയ്ക്കൊപ്പം ധനകാര്യ വകുപ്പിന്റെ നേരിട്ടുള്ള ചുമതലയും ഏറ്റെടുത്തു. മുഖ്യമന്ത്രിയും ധനമന്ത്രിയും എന്ന ഇരട്ട ചുമതലയിലാണ് അദ്ദേഹം ഈ ബജറ്റ് അവതരിപ്പിച്ചത്. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു. 2026 ജൂണിലാണ് ബജറ്റ് അവതരണം നടന്നത്. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള പുതുക്കിയ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ചത് VD സതീശൻ, അതായത് കേരള മുഖ്യമന്ത്രിയായ VD സതീശനാണ് പുതിയ ബജറ്റ് അവതരിപ്പിച്ചത്. ഇനി ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് നോക്കാം. മിഷൻ സമുദ്ര എന്താണ്? സമുദ്ര വികസന പദ്ധതി. കേരളത്തെ ആഗോള സമുദ്ര സാമ്പത്തിക ശക്തിയാക്കുകയും പ്രധാന ലോജിസ്റ്റിക് ഹബ്ബാക്കുകയും ചെയ്യുന്നതിനായി 2026 ജൂണിൽ ആരംഭിച്ച 400 കോടി ചെലവുള്ള പദ്ധതിയാണ് മിഷൻ സമുദ്ര. റോഡ്, കടൽ, റെയിൽ, ഉൾനാടൻ ജലപാതകൾ, നിർമ്മാണ മേഖലകൾ എന്നിവയെ ബന്ധിപ്പിക്കുന്നു. കേരളത്തിന്റെ മുഴുവൻ തീരപ്രദേശത്തെയും ബന്ധിപ്പിച്ച ഒരു പോർട്ട് സിറ്റിയായി വികസിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. പുതിയ ഗ്രീൻഫീൽഡ് നഗര വികസനവും ഇതിൽ ഉൾപ്പെടുന്നു. തീരവ്യാപാരം, കപ്പൽ അറ്റകുറ്റപ്പണി, സമുദ്ര നിർമ്മാണം എന്നിവയ്ക്ക് മുൻഗണന. ഇപ്പം ഇതിന്ന് പഠിച്ച ഒരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നത് മിഷൻ സമുദ്ര എന്നാൽ എന്ത്? ആൻസർ സമുദ്ര വികസന പദ്ധതി. വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിനെ പിന്തുണയ്ക്കാൻ നിർമ്മിക്കുന്ന ഭൂഗർഭ റെയിൽ പാത ഏത് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കും? വിഴിഞ്ഞം, ബാലരാമപുരം. ഒന്നുകൂടി നോക്കാം. വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിനെ പിന്തുണയ്ക്കാൻ നിർമ്മിക്കുന്ന ഭൂഗർഭ റെയിൽ പാത ഏത് സ്ഥലങ്ങളെ ബന്ധിപ്പിക്കും? വിഴിഞ്ഞം, ബാലരാമപുരം എന്നിവയെ. ഇനി അതിലെ പ്രധാന പോയിന്റുകളും നോക്കാം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ ദേശീയ റെയിൽ ശൃംഖലയുമായി നേരിട്ട് ബന്ധിപ്പിക്കും. പദ്ധതിയുടെ ആകെ ദൂരം 10.7 കിലോമീറ്റർ. അതിൽ 9.02 കിലോമീറ്റർ പൂർണ്ണമായും ഭൂഗർഭ ടണലായിരിക്കും. ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ റെയിൽവേ ടണലായിരിക്കും ഇത്. ഏത്? വിഴിഞ്ഞം ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനലിനെ പിന്തുണയ്ക്കാൻ നിർമ്മിക്കുന്ന ഭൂഗർഭ റെയിൽപാത. ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻ ബങ്കറിംഗ് സേവനം ലഭ്യമാക്കുന്ന തുറമുഖമായി വികസിപ്പിക്കുന്നത് ഏത്? തിരുവനന്തപുരത്തെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ഗ്രീൻ മെത്തനോൾ, ഗ്രീൻ അമോണിയ തുടങ്ങിയ പരിസ്ഥിതി സൗഹൃദ ഇന്ധനങ്ങൾ വിതരണം ചെയ്യും. 50 to 60 ഏക്കർ ഭൂമി ഇതിനായി മാറ്റിവെച്ചിട്ടുണ്ട്. ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികളുമായി ബന്ധിപ്പിച്ചാണ് ഇത് വികസിപ്പിക്കുന്നത്. നിലവിലുള്ള BPCL LNG ബങ്കറിംഗ് സംവിധാനവും ഇതിനോട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. ബജറ്റിൽ പ്രഖ്യാപിച്ച സൗത്തേൺ കേരള എക്കണോമിക് കോറിഡോറിൽ ഉൾപ്പെട്ട ജില്ലകൾ ഏവ? തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. മിഷൻ സമുദ്രയുടെ ഭാഗമായി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ഇത്. ഈ ജില്ലകളിലെ വ്യവസായ മേഖലകളെ വിഴിഞ്ഞം തുറമുഖമായി ബന്ധിപ്പിക്കും. തീരദേശ ഹൈവേയും ഉൾനാടൻ ജലപാതകളും സംയോജിപ്പിക്കും. നിക്ഷേപകർക്ക് ഭൂമി, നിയമാനുമതികൾ, നിക്ഷേപാനന്തര സഹായം എന്നിവ ലഭ്യമാക്കാൻ പ്രഖ്യാപിച്ച സിംഗിൾ വിൻഡോ സംവിധാനം ഏത്? ഇൻവെസ്റ്റ് കേരള സെൽ ഒരു ഏകീകൃത നിക്ഷേപ സഹായ കേന്ദ്രമായി പ്രവർത്തിക്കും. ഭൂമി ലഭ്യതയുടെ തത്സമയ വിവരങ്ങൾ നൽകും. വിവിധ വകുപ്പുകളുടെ അനുമതികൾ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ വേഗത്തിൽ ലഭ്യമാക്കും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് മെച്ചപ്പെടുത്തും.
ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പഠിച്ചത്. നിക്ഷേപകർക്ക് ഭൂമി, നിയമാനുമതികൾ, നിക്ഷേപാനന്തര സഹായം എന്നിവ ലഭ്യമാക്കാൻ പ്രഖ്യാപിച്ച സിംഗിൾ വിൻഡോ സംവിധാനം ഏത്? ആൻസർ ഇൻവെസ്റ്റ് കേരള സെൽ. ഗുരുതര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്കുമായി ആരംഭിച്ച സാങ്കേതിക പ്ലാറ്റ്ഫോം ഏത്? വൺ കേരള കരുതൽ മിഷൻ. ഒന്നുകൂടി ആ പോയിന്റ് നോക്കാം. ഗുരുതര രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്കും കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർക്കുമായി ആരംഭിക്കുന്ന സാങ്കേതിക പ്ലാറ്റ്ഫോം ഏത്? വൺ കേരള കരുതൽ മിഷൻ. അർഹരായവർക്ക് നേരിട്ട് ധനസഹായം ലഭ്യമാക്കും. ഡിജിറ്റൽ പരിശോധനയിലൂടെ വേഗത്തിലുള്ള സഹായം ഉറപ്പാക്കും. ആരോഗ്യവും വിദ്യാഭ്യാസവും സംരക്ഷിക്കുന്ന സമഗ്ര പദ്ധതി. ഇതൊക്കെയാണ് ഈ പോയിന്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത് പഠിക്കാനുള്ള പോയിന്റാണ് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ. ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷന്റെ പേര് എന്ത്? ഗ്ലോബൽ ജോബ് വാച്ച് ടവർ. ആഗോള തൊഴിൽ സാധ്യതകൾ നിരീക്ഷിക്കും. ഭാവിയിലെ നൈപുണ്യ ആവശ്യകതകൾ തിരിച്ചറിയും. വിദ്യാർത്ഥികൾക്ക് പുതിയ തൊഴിൽ അവസരങ്ങളുമായി ബന്ധിപ്പിക്കും. ഇതൊക്കെയാണ് ഗ്ലോബൽ ജോബ് വാച്ച് ടവറിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ എന്താണെന്ന് നോക്കാം. ഫ്യൂച്ചർ സ്കിൽസ് ആൻഡ് എംപ്ലോയ്മെന്റ് ഇന്റലിജൻസ് മിഷന്റെ പേരാണ് ഗ്ലോബൽ ജോബ് വാച്ച് ടവർ. ഇനി അടുത്തത് പഠിക്കാനുള്ള ടോപ്പിക്കാണ് ട്രൈബൽ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥാപിക്കുക? ആൻസർ വയനാട്. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കുന്നതാണ്. ട്രൈബൽ യൂണിവേഴ്സിറ്റി എവിടെയാണ് സ്ഥാപിക്കുന്നത്? വയനാട്. ആദിവാസി സമൂഹങ്ങൾക്ക് ഉയർന്ന വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും നൽകും. അതുവഴി തന്നെ ആദിവാസി സംസ്കാരവും ഭാഷയും സംരക്ഷിക്കാൻ ഗവേഷണ കേന്ദ്രമാക്കും. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന ജില്ലയാണ് വയനാട്. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി പഠിച്ചു. എന്താണത്? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന ജില്ലയാണ് വയനാട്. ഇനി അടുത്തതായി പഠിക്കാൻ പോകുന്ന മറ്റൊരു പോയിന്റാണ് സർവകലാശാലയുടെ കോൺസ്റ്റിറ്റ്വന്റ് കോളേജ് പദവി ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏവ? തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, അതായത് CET. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് കൂടി പഠിച്ചത്. ഇതെല്ലാം കറണ്ട് അഫയേഴ്സിൽ വരും കേട്ടോ. സർവകലാശാലയുടെ കോൺസ്റ്റിറ്റ്വന്റ് കോളേജ് പദവി ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏവ? ആൻസർ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് സംസ്ഥാന സർവകലാശാലയുടെ കോൺസ്റ്റിറ്റ്വന്റ് കോളേജ് പദവി നൽകും. തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഈ ഉയർന്ന അക്കാദമിക് പദവിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രണ്ടാമത്തെ സ്ഥാപനമാണ്. ഈ മാറ്റം ഈ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് സാമ്പത്തിക മാനേജ്മെന്റ്, പാഠ്യപദ്ധതി രൂപകൽപ്പന, ഭരണപരമായ തീരുമാനങ്ങൾ എന്നിവയിൽ കൂടുതൽ സ്വയംഭരണാധികാരം നൽകും. നമുക്കിതിൽ പഠിച്ച പ്രധാനപ്പെട്ട 2 പോയിന്റുകളും കൂടി നോക്കാം. സർവകലാശാലയുടെ കോൺസ്റ്റിറ്റ്വന്റ് കോളേജ് പദവി ലഭിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏവ? ആൻസർ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്. ഇതിൽ നിന്ന് പഠിച്ച പിന്നെ മറ്റൊരു പോയിന്റാണ് സർവകലാശാലയുടെ കോൺസ്റ്റിറ്റ്വന്റ് കോളേജ് പദവി ലഭിക്കുന്ന ആദ്യ സ്ഥാപനം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജും രണ്ടാമത്തെ സ്ഥാപനം തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുമാണ്. ഈ ഉയർത്തൽ അവരുടെ അക്കാദമിക് നിലവാരം മെച്ചപ്പെടുത്തി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പോലുള്ള ദേശീയ നിലവാരത്തിലുള്ള പ്രമുഖ സ്ഥാപനങ്ങളുമായി നേരിട്ട് മത്സരിക്കാൻ സഹായിക്കും. അതോടൊപ്പം അടിയന്തര അക്കാദമിക് അനുമതികൾക്കായി പുറം സർവകലാശാല ബോർഡുകളെ ആശ്രയിക്കേണ്ട സാഹചര്യം കുറയുകയും ഭരണ നടപടികൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും നടക്കുകയും ചെയ്യും. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് JC ഡാനിയൽ അന്താരാഷ്ട്ര ഫിലിം സിറ്റി അഥവാ ചിത്രനഗരം എവിടെയാണ് സ്ഥാപിക്കുന്നത്? കൊച്ചി. ഇതൊക്കെ കറണ്ട് അഫയേഴ്സിൽ മസ്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഒന്നുകൂടി നോക്കാം. JC ഡാനിയൽ അന്താരാഷ്ട്ര ഫിലിം സിറ്റി അഥവാ ചിത്രനഗരം എവിടെയാണ് സ്ഥാപിക്കുന്നത്? കൊച്ചി. 2026 ജൂൺ ബജറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ച് JC ഡാനിയൽ അന്താരാഷ്ട്ര ഫിലിം സിറ്റി കൊച്ചിയിൽ സ്ഥാപിക്കും. മലയാള സിനിമയുടെ പിതാവായി അറിയപ്പെടുന്ന JC ഡാനിയലിനെ ആദരിക്കുന്ന പദ്ധതിയാണിത്. ലോകോത്തര നിലവാരത്തിലുള്ള ഷൂട്ടിംഗ് ഫ്ലോറുകൾ, പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റുഡിയോകൾ, VFX സൗകര്യങ്ങൾ എന്നിവയോടുള്ള സമഗ്ര സിനിമ നിർമ്മാണ കേന്ദ്രമായിരിക്കും ഇത്. ടൂറിസവുമായി ബന്ധിപ്പിച്ച് കേരളത്തിന്റെ പ്രധാന സാംസ്കാരിക വിനോദ കേന്ദ്രമായി ഇത് വികസിപ്പിക്കും. ഞാൻ അടുത്ത് പഠിക്കുന്ന മറ്റൊരു പ്രധാന പോയിന്റാണ് MT വാസുദേവൻ നായരുടെ പേരിലുള്ള സാംസ്കാരിക പാർക്ക് എവിടെയാണ് സ്ഥാപിക്കുക?
ആൻസർ കോഴിക്കോട്. ഒന്നുകൂടി നോക്കാം. MT വാസുദേവൻ നായരുടെ പേരിലുള്ള സാംസ്കാരിക പാർക്ക് എവിടെയാണ് സ്ഥാപിക്കുക? 2026 ജൂൺ ബജറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ച് MT വാസുദേവൻ നായർ സാംസ്കാരിക പാർക്ക് കോഴിക്കോട് സ്ഥാപിക്കും. MT വാസുദേവൻ നായർ മലയാള സാഹിത്യത്തിനും സിനിമയ്ക്കും നൽകിയ മഹത്തായ സംഭാവനകളെ ആദരിക്കുന്ന പദ്ധതിയാണിത്. ഡിജിറ്റൽ ആർക്കൈവുകൾ, സാഹിത്യ മ്യൂസിയങ്ങൾ, പരിപാടികൾക്കായുള്ള പ്രത്യേക വേദികൾ എന്നിവ ഇവിടെ ഉണ്ടായിരിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന ബഹുമതിയുള്ള കോഴിക്കോട് നഗരത്തിന്റെ സാഹിത്യ പൈതൃകവുമായി ഇത് ബന്ധപ്പെടുന്നു. ഇതിന്ന് പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ പഠിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്ന ബഹുമതിയുള്ള സ്ഥലം കോഴിക്കോട് നഗരം. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ജോൺസൺ മാസ്റ്ററുടെ പേരിലുള്ള സംഗീത അക്കാദമി എവിടെയാണ് സ്ഥാപിക്കുക? തൃശ്ശൂർ. ഒന്നുകൂടി നോക്കാം. ജോൺസൺ മാസ്റ്ററുടെ പേരിലുള്ള സംഗീത അക്കാദമി എവിടെയാണ് സ്ഥാപിക്കുക? തൃശ്ശൂർ. 2026 ജൂൺ ബജറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ച് ജോൺസൺ മാസ്റ്റർ മെമ്മോറിയൽ മ്യൂസിക് അക്കാദമി തൃശ്ശൂരിൽ സ്ഥാപിക്കും. പ്രശസ്ത സംഗീത സംവിധായകൻ ജോൺസൺ മാസ്റ്ററിനെ ആദരിക്കുന്ന പദ്ധതിയാണിത്. ശാസ്ത്രീയ സംഗീതത്തിലും വാദ്യോപകരണ പരിശീലനത്തിലും ഉയർന്ന നിലവാരത്തിലുള്ള പഠന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കും. മലയാള സിനിമാ സംഗീതത്തിന്റെ ചരിത്രപരമായ ശബ്ദരേഖകൾ ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കും. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ തൃശ്ശൂരിന്റെ കലാപാരമ്പര്യം ഇതിന് പിന്തുണ നൽകും. ഒന്നുകൂടി ആ പ്രധാന പോയിന്റ് നോക്കാം. ജോൺസൺ മാസ്റ്ററുടെ പേരിലുള്ള സംഗീത അക്കാദമി സ്ഥാപിക്കുന്ന സ്ഥലം തൃശ്ശൂർ. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്ന പോയിന്റാണ്. സംസ്ഥാനത്തെ കുടുംബങ്ങൾക്ക് 25 ലക്ഷം വരെ സൗജന്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതി ഏത്? ആൻസർ ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. സംസ്ഥാനത്തെ കുടുംബങ്ങൾക്ക് രൂപ 25 ലക്ഷം വരെ സൗജന്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി. 2026 ജൂൺ ബജറ്റിൽ പ്രഖ്യാപിച്ച ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി സംസ്ഥാനത്തെ പ്രധാന ആരോഗ്യ സംരക്ഷണ പദ്ധതിയാണ്. ഒരു കുടുംബത്തിന് പരമാവധി 25 ലക്ഷം വരെ സൗജന്യ ചികിത്സാ പരിരക്ഷ ലഭിക്കും. സങ്കീർണ ശസ്ത്രക്രിയകൾ, ഗുരുതര രോഗങ്ങൾ, ഉയർന്ന നിലവാരത്തിലുള്ള ആശുപത്രി ചികിത്സകൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്കായാണ് ഈ പദ്ധതി. ഒന്നുകൂടി നോക്കാം. സംസ്ഥാനത്തെ കുടുംബങ്ങൾക്ക് 25 ലക്ഷം വരെ സൗജന്യ ഇൻഷുറൻസ് നൽകുന്ന പദ്ധതിയാണ് ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്ന മറ്റൊരു പോയിന്റാണ്. ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് എവിടെയാണ് സ്ഥാപിക്കുക? ആൻസർ കൊച്ചി, ആലുവ, പെരുമ്പാവൂർ. 2026 ബജറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ച് ഈ വ്യവസായ ഇടനാഴിയിൽ ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് സ്ഥാപിക്കും. പെരുമ്പാവൂരിന്റെ മരവ്യവസായ പ്ലൈവുഡ് മേഖലയിലെ ശക്തിയെ അടിസ്ഥാനമാക്കിയാണ് പദ്ധതി. ഉയർന്ന നിലവാരത്തിലുള്ള വുഡ് പ്രോസസ്സിംഗ് യൂണിറ്റുകളും സീസണിംഗ് പ്ലാന്റുകളും സ്ഥാപിക്കും. പ്രാദേശിക നിർമ്മാതാക്കളെ ആഗോള വിപണിയുമായി ബന്ധിപ്പിച്ച് കയറ്റുമതി വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. പരിസ്ഥിതി സൗഹൃദ ഫർണിച്ചർ വികസിപ്പിക്കാൻ ഗവേഷണ കേന്ദ്രവും ഉണ്ടായിരിക്കും. ഇതിൽ പഠിച്ച പ്രധാന പോയിന്റ് ഒന്നുകൂടി നോക്കാം. ഗ്ലോബൽ ഫർണിച്ചർ ഹബ്ബ് എവിടെയാണ് സ്ഥാപിക്കുക? ആൻസർ കൊച്ചി, ആലുവ, പെരുമ്പാവൂർ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്ന പോയിന്റാണ്. ഗ്ലോബൽ ഗോൾഡ് ഹബ്ബ് എവിടെയാണ് സ്ഥാപിക്കുക? ആൻസർ കൊച്ചി, തൃശ്ശൂർ. 2026 സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഗ്ലോബൽ ഗോൾഡ് ഹബ്ബ് കൊച്ചി, തൃശ്ശൂർ ഇടനാഴിയിൽ സ്ഥാപിക്കും. കേരളത്തിലെ സ്വർണ്ണ നിർമ്മാണ തലസ്ഥാനമായി അറിയപ്പെടുന്ന തൃശ്ശൂരിന്റെ പാരമ്പര്യം ഇതിന് അടിസ്ഥാനമാണ്. ആധുനിക ജ്വല്ലറി ഡിസൈൻ കേന്ദ്രങ്ങൾ ഇവിടെ സ്ഥാപിക്കും. സ്വർണ്ണ ഇറക്കുമതി, റിഫൈനിങ്, സർട്ടിഫിക്കേഷൻ എന്നിവയ്ക്കായി ലോകോത്തര ട്രേഡ് സോണുകളും ഉണ്ടായിരിക്കും. കൊച്ചിയുടെ വിമാനത്താവളവും തുറമുഖവും കയറ്റുമതിക്ക് സഹായകമാകും. ഇതിൽ പഠിച്ച പ്രധാന പോയിന്റ് ഒന്നുകൂടി നോക്കാം. ഗ്ലോബൽ ഗോൾഡ് ഹബ്ബ് എവിടെയാണ് സ്ഥാപിക്കുക? ആൻസർ കൊച്ചി, തൃശ്ശൂർ. അടുത്ത പോയിന്റാണ്. സ്ത്രീ കർഷകരുടെ വികസനത്തിനായി പ്രഖ്യാപിച്ച പദ്ധതി ഏത്? കൃഷി സഖി. 2026 ജൂൺ ബജറ്റിൽ പ്രഖ്യാപിച്ച കൃഷി സഖി പദ്ധതി സ്ത്രീ കർഷകരെ ശക്തിപ്പെടുത്തുന്നതിനായുള്ളതാണ്. സ്ത്രീകളുടെ നേതൃത്വത്തിലുള്ള കാർഷിക കൂട്ടായ്മകൾ പ്രോത്സാഹിപ്പിക്കും. ആധുനിക കൃഷി രീതികൾ, സാങ്കേതിക വിദ്യ, സ്ഥിരതയുള്ള കാർഷിക രീതികൾ എന്നിവയിൽ പരിശീലനം നൽകും. വായ്പാ സൗകര്യങ്ങളും പ്രത്യേക കാർഷിക ഉപകരണങ്ങളും ലഭ്യമാക്കും.
വിപണിയിൽ മികച്ച വിലയും വളർച്ച ഉപകരണങ്ങളും ഉറപ്പാക്കും. ഇതിൽ പഠിച്ച പോയിന്റ് ഒന്നുകൂടി നമുക്ക് പരിചയപ്പെടാം. സ്ത്രീ കർഷകരുടെ വികസനത്തിനായി പ്രഖ്യാപിച്ച പദ്ധതി ഏത്? ആൻസർ കൃഷി സഖി. ഇനി അടുത്ത പോയിന്റാണ്, കേരളത്തെ പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള ലക്ഷ്യവർഷം ഏത്? ആൻസർ 2050. കേരളം 2050 പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാകുകയാണ് ലക്ഷ്യമിടുന്നത്. 2040 100% പുനരുപയോഗ ഊർജത്തിലേക്ക് മാറുക എന്ന ഇടക്കാല ലക്ഷ്യവും ഉണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ, ഉൾനാടൻ ജലഗതാഗതം, സൗരോർജ ഫെറികൾ എന്നിവ പദ്ധതിയുടെ ഭാഗമാണ്. മിഷൻ സമുദ്ര വഴി ഗ്രീൻ ബങ്കറിംഗ്, ഗ്രീൻ ഹൈഡ്രജൻ പദ്ധതികളും നടപ്പിലാക്കും. പഠിച്ച പോയിന്റ് ഒന്നുകൂടി നോക്കാം. കേരളത്തെ പൂർണ്ണമായും കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള ലക്ഷ്യവർഷം ഏത്? ആൻസർ 2050. അടുത്തത് പഠിക്കാൻ പോകുന്ന പോയിന്റാണ്, തീരദേശവും ഉൾനാടൻ ജലഗതാഗതവും മെച്ചപ്പെടുത്താൻ നടപ്പിലാക്കുന്ന വേഗതയേറിയ ഇന്ധനക്ഷമത ജലഗതാഗത സംവിധാനം ഏത്? ആൻസർ ഹൈഡ്രോഫോയിൽ. ഹൈഡ്രോഫോയിൽ സംവിധാനം വേഗതയേറിയതും ഇന്ധനക്ഷമതയുമായ ജലഗതാഗത സംവിധാനം ആണ്. ജലത്തിന്റെ മുകളിലൂടെ ഉയർന്നു സഞ്ചരിക്കുന്നതിനാൽ ഇന്ധന ഉപയോഗം കുറയും. തീരദേശ നഗരങ്ങൾ തമ്മിലുള്ള യാത്രാ സമയം കുറക്കും. അതുപോലെ തന്നെ റോഡ് ഗതാഗത തിരക്ക് ഒഴിവാക്കാനും സഹായിക്കും. കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുന്നതിനാൽ പരിസ്ഥിതി സൗഹൃദവുമാണ്. ഇതിൽ പഠിച്ച പോയിന്റാണ്, തീരദേശവും ഉൾനാടൻ ജലഗതാഗതവും മെച്ചപ്പെടുത്താൻ നടപ്പിലാക്കുന്ന വേഗതയേറിയ ഇന്ധനക്ഷമ ജലഗതാഗത സംവിധാനം ഏത്? ഹൈഡ്രോഫോയിൽ. അടുത്ത പോയിന്റാണ്, ഗ്രീൻ മാർഷൽസ് പദ്ധതി നടപ്പാക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏവ? ആൻസർ ഫോർട്ട് കൊച്ചി, മൂന്നാർ, കോവളം, ആലപ്പുഴ. ഈ പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകളെ പരിശീലിപ്പിച്ച് ഗ്രീൻ മാർഷൽസ് ആയി നിയമിക്കും. മാലിന്യ നിയന്ത്രണം, പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ പ്രധാന ചുമതലയായിരിക്കും. സഞ്ചാരികൾക്ക് സുരക്ഷയും മാർഗനിർദ്ദേശവും നൽകും. പരിസ്ഥിതി സൗഹൃദ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം സ്ത്രീകൾക്ക് തൊഴിൽ അവസരങ്ങളും സൃഷ്ടിക്കും. ഒന്നുകൂടി പ്രധാന പോയിന്റ് നോക്കാം. ഗ്രീൻ മാർഷൽസ് പദ്ധതി നടപ്പാക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏവ? ആൻസർ ഫോർട്ട് കൊച്ചി, മൂന്നാർ, കോവളം, ആലപ്പുഴ. അടുത്ത പോയിന്റാണ്, കേരളത്തിലെ ക്യാമ്പസുകളിലെ റാഗിംഗ് തടയാൻ കൊണ്ടുവരുന്ന നിയമം ഏത്? ആൻസർ സിദ്ധാർത്ഥ ആന്റി റാഗിംഗ് സ്റ്റുഡൻസ് വെൽഫെയർ ആക്ട്. കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ റാഗിംഗ് പൂർണ്ണമായി ഇല്ലാതാക്കാൻ സിദ്ധാർത്ഥ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡൻറ് വെൽഫെയർ ആക്ട് കൊണ്ടുവരും. റാഗിങ്ങിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നവർക്ക് കർശന നിയമ നടപടികളും ശിക്ഷകളും ഉണ്ടായിരിക്കും. വിദ്യാർത്ഥികളുടെ സുരക്ഷയ്ക്കായി പ്രത്യേക ക്യാമ്പസ് വെൽഫെയർ കമ്മിറ്റികൾ രൂപീകരിക്കും. പുതിയ വിദ്യാർത്ഥികൾക്കും ഇരകൾക്കും സംരക്ഷണം, കൗൺസിലിംഗ്, നിയമസഹായം എന്നിവ ലഭ്യമാക്കും. റാഗിംഗ് തടയാൻ സിദ്ധാർത്ഥ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ് നടപ്പിലാക്കും. പ്രധാന പോയിന്റ് ഒന്നുകൂടി നോക്കാം. കേരളത്തിലെ ക്യാമ്പസുകളിലെ റാഗിംഗ് തടയാൻ കൊണ്ടുവരുന്ന നിയമമാണ് സിദ്ധാർത്ഥ ആന്റി റാഗിംഗ് ആൻഡ് സ്റ്റുഡന്റ് വെൽഫെയർ ആക്ട്. ഇനി അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തെ ആരോഗ്യ ടൂറിസം കേന്ദ്രമാക്കാൻ ആരംഭിക്കുന്ന പദ്ധതി ഏത്? ആൻസർ റീച്ച് കേരള. കേരളത്തെ ആഗോള ആരോഗ്യ ടൂറിസം കേന്ദ്രമാക്കാൻ റീച്ച് കേരള പദ്ധതി പ്രഖ്യാപിച്ചു. ആധുനിക ആശുപത്രികളും പാരമ്പര്യ ആയുർവേദ ചികിത്സാ കേന്ദ്രങ്ങളും സംയോജിപ്പിച്ചാണ് പദ്ധതി. വിദേശ രോഗികൾക്കായി മെഡിക്കൽ ട്രാവൽ ഡെസ്കുകൾ, ഫാസ്റ്റ് ട്രാക്ക് വിസ സഹായം, വെൽനസ് പാക്കേജുകൾ എന്നിവ ഒരുക്കും. പ്രധാന പോയിന്റ് ഒന്നുകൂടി നോക്കാം. കേരളത്തെ ആരോഗ്യ ടൂറിസം കേന്ദ്രമാക്കാൻ ആരംഭിക്കുന്ന പദ്ധതി ഏത്? ആൻസർ റീച്ച് കേരള. ഇനി അടുത്ത പോയിന്റ് നോക്കാം. ആരോഗ്യ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്തി അടിയന്തരവും ട്രോമ ചികിത്സയും വേഗത്തിൽ നൽകാൻ നടപ്പാക്കുന്ന പദ്ധതി ഏത്? ആൻസർ ഗോൾഡൻ അവർ പ്രോജക്റ്റ്. ഗോൾഡൻ അവർ പ്രോജക്റ്റ് അടിയന്തര ചികിത്സാ പ്രതികരണ സമയം കുറയ്ക്കുന്നതിനായാണ് ആരംഭിച്ചത്. ആംബുലൻസ്, പോലീസ് കൺട്രോൾ റൂം, ട്രോമ കെയർ ആശുപത്രികൾ എന്നിവയെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലൂടെ ബന്ധിപ്പിക്കും. അപകടങ്ങൾക്ക് ശേഷം ആദ്യത്തെ നിർണായക സമയത്ത് വേഗത്തിൽ ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പ്രധാന പോയിന്റ് ഒന്നുകൂടി നോക്കാം. ആരോഗ്യ സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെടുത്തി അടിയന്തരവും ട്രോമ ചികിത്സയും വേഗത്തിൽ നൽകാൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് ഗോൾഡൻ അവർ പ്രൊജക്റ്റ്. നേരത്തെ നമ്മൾ പഠിക്കുന്ന പോയിന്റാണ്, സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയാൻ നടപ്പാക്കുന്ന പദ്ധതി ഏത്? ആൻസർ മകൾക്കൊപ്പം. മകൾക്കൊപ്പം പദ്ധതി സ്ത്രീകളുടെ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി ആരംഭിച്ചു. പൊതുസ്ഥലങ്ങളിലും യാത്രാ കേന്ദ്രങ്ങളിലും സാങ്കേതിക നിരീക്ഷണവും സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തും. നിയമബോധവൽക്കരണം, സ്വയം രക്ഷാ പരിശീലനം, അതിവേഗ സഹായ കേന്ദ്രങ്ങൾ എന്നിവയും പദ്ധതിയുടെ ഭാഗമാണ്.
സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ തടയാൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് മകൾക്കൊപ്പം എന്ന പദ്ധതി. ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്ന പോയിന്റാണ് പനമ്പിള്ളി ഗോവിന്ദ മേനോന്റെ സ്മാരകം എവിടെയാണ് നിർമ്മിക്കുക? ആൻസർ ചാലക്കുടി. 2026 ബജറ്റിൽ പ്രഖ്യാപിച്ചതനുസരിച്ച് പനമ്പിള്ളി ഗോവിന്ദ മേനോന്റെ സ്മാരകം ചാലക്കുടിയിൽ നിർമ്മിക്കും. പനമ്പിള്ളി ഗോവിന്ദ മേനോൻ തിരുകൊച്ചി മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ, രേഖകൾ, വ്യക്തിഗത വസ്തുക്കൾ എന്നിവ ഇവിടെ പ്രദർശിപ്പിക്കും. പ്രധാന പോയിന്റ് ഒന്നുകൂടി നോക്കാം. പനമ്പിള്ളി ഗോവിന്ദ മേനോന്റെ സ്മാരകം എവിടെയാണ് നിർമ്മിക്കുക? ആൻസർ ചാലക്കുടി. അടുത്ത പോയിന്റ് നോക്കാം. മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ സ്മാരക ഭവനം എവിടെയാണ് നിർമ്മിക്കുക? ആൻസർ കൊല്ലം. ആർ ശങ്കർ മെമ്മോറിയൽ ബിൽഡിംഗ് കൊല്ലത്തിൽ സ്ഥാപിക്കും. ആർ ശങ്കർ കേരളത്തിൽ മുൻ മുഖ്യമന്ത്രിയും SNDP യോഗത്തിന്റെ പ്രമുഖ നേതാവുമായിരുന്നു. ഡിജിറ്റൽ ആർക്കൈവുകൾ, റഫറൻസ് ലൈബ്രറി, മ്യൂസിയം എന്നിവ ഇവിടെ ഉണ്ടായിരിക്കും. പ്രധാന പോയിന്റ് നോട്ട് ചെയ്യണം. മുൻ മുഖ്യമന്ത്രി ആർ ശങ്കറിന്റെ സ്മാരക ഭവനം എവിടെയാണ് നിർമ്മിക്കുന്നത്? കൊല്ലം ജില്ലയിൽ. ഇനി അടുത്ത പോയിന്റ് നോക്കാം. റോഡുകളുടെ നിലവാരം ഉയർത്താൻ പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ രൂപീകരിക്കുന്ന പുതിയ വിഭാഗം ഏത്? ആൻസർ റോഡ് ആർക്കിടെക്ചർ വിങ്. സംസ്ഥാന റോഡ് ശൃംഖലയെ ആധുനികവൽക്കരിക്കാൻ പ്രത്യേക റോഡ് ആർക്കിടെക്ചർ വിങ് രൂപീകരിക്കും. റോഡ് നവീകരണത്തിനായി 5952 കോടി വകയിരുത്തി. ശാസ്ത്രീയ എഞ്ചിനീയറിംഗ് മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് ദീർഘകാലം നിലനിൽക്കുന്ന റോഡുകൾ നിർമ്മിക്കും. ഒന്നുകൂടി പ്രധാന പോയിന്റ് നോക്കാം. റോഡുകളുടെ നിലവാരം ഉയർത്താൻ പൊതുമരാമത്ത് വകുപ്പിന് കീഴിൽ രൂപീകരിക്കുന്ന പുതിയ വിഭാഗം ഏത്? ആൻസർ റോഡ് ആർക്കിടെക്ചർ വിങ്. അടുത്ത നമ്മൾ പഠിക്കുന്ന പോയിന്റാണ് കേരളത്തെ വ്യോമഗതാഗതവും ലോജിസ്റ്റിക്സും കേന്ദ്രമാക്കാൻ നടപ്പാക്കുന്ന പദ്ധതി ഏത്? ആൻസർ ഏവിയേഷൻ ഹബ്ബ് ഇനീഷ്യേറ്റീവ്. കേരളത്തെ പ്രാദേശിക വ്യോമഗതാഗത കേന്ദ്രമാക്കാൻ 200 കോടി വകയിരുത്തി. സംസ്ഥാനത്തെ 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ചാണ് പദ്ധതി. എയർ കാർഗോ സൗകര്യങ്ങൾ വികസിപ്പിച്ച് കയറ്റുമതി വർദ്ധിപ്പിക്കും. പ്രധാന പോയിന്റ് ഒന്നുകൂടി നോക്കാം. കേരളത്തിൽ വ്യോമഗതാഗതവും ലോജിസ്റ്റിക്സും കേന്ദ്രമാക്കാൻ നടപ്പാക്കുന്ന പദ്ധതി ഏത്? ആൻസർ ഏവിയേഷൻ ഹബ്ബ് ഇനീഷ്യേറ്റീവ്. ഇനി അടുത്ത പോയിന്റാണ് പ്രാദേശിക ഭാഷ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ആരംഭിച്ച പുതിയ ഡിജിറ്റൽ പദ്ധതി ഏത്? മലയാളം AI പ്രൊജക്റ്റ്. മലയാളം AI പ്രൊജക്റ്റിന് ആരംഭത്തിൽ 10 കോടി വകയിരുത്തി. മലയാള ഭാഷയിൽ കൃത്രിമ ബുദ്ധി അടിസ്ഥാനമാക്കിയ മോഡലുകൾ വികസിപ്പിക്കും. ഭാഷാന്തരം, ഡിജിറ്റൽ പഠനം, സർക്കാർ സേവനങ്ങൾ മലയാളത്തിൽ ലഭ്യമാക്കൽ എന്നിവ ലക്ഷ്യമാക്കുന്നു. ക്ലാസിക്കൽ മലയാള സാഹിത്യവും ഡിജിറ്റലായി സംരക്ഷിക്കും. ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം. പ്രാദേശിക ഭാഷ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും ആരംഭിച്ച പുതിയ ഡിജിറ്റൽ പദ്ധതിയാണ് മലയാളം AI പ്രൊജക്റ്റ്. ഭൂമിയുടെയും റിയൽ എസ്റ്റേറ്റിന്റെയും ആധുനികവൽക്കരണത്തിനായി കൊണ്ടുവന്ന പുതിയ നയം ഏത്? ലാൻഡ് റീഫോംസ് 2 രണ്ടാം ഭൂസമര നയം. പഴയ ഭൂനിയമങ്ങൾ നവീകരിച്ച് വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കൽ എളുപ്പമാക്കും. PPP പദ്ധതികൾക്കും സ്വകാര്യ നിക്ഷേപങ്ങൾക്കും അനുകൂലമായ സോണിംഗ് നിയമങ്ങൾ ലളിതമാക്കും. വ്യവസായ വളർച്ചയ്ക്കായി സ്പെഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് സോൺസ് രൂപീകരിക്കും. ഒന്നുകൂടി പോയിന്റ് നോക്കാം. ഭൂമിയുടെയും റിയൽ എസ്റ്റേറ്റിന്റെയും ആധുനികവൽക്കരണത്തിനായി കൊണ്ടുവന്ന പുതിയ നയം ഏത്? ലാൻഡ് റീഫോംസ് 2 അഥവാ രണ്ടാം ഭൂസമര നയം. അടുത്ത പോയിന്റാണ് കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപനം തടയാൻ സർക്കാർ ആരംഭിച്ച ബഹുവകുപ്പ് സംയോജിത പദ്ധതി ഏത്? ആൻസർ ഓപ്പറേഷൻ തൂഫാൻ. സംസ്ഥാന മയക്കുമരുന്ന് മാഫിയക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാനുള്ള പ്രത്യേക പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. 2026 ജൂൺ 19 പുതുക്കിയ ബജറ്റിൽ ഇതിനായി 10 കോടി വകയിരുത്തി. സിന്തറ്റിക് ഡ്രഗ്സിനും ലഹരി വസ്തുക്കൾക്കും എതിരായ നടപടികൾ ശക്തിപ്പെടുത്തും. അപ്പൊ ഇതിന്ന് പഠിച്ച പോയിന്റ് ഏതാണ്? കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപനം തടയാൻ സർക്കാർ ആരംഭിച്ച ബഹുവകുപ്പ് സംയോജിത പദ്ധതി ഏത്? ആൻസർ ഓപ്പറേഷൻ തൂഫാൻ. ഈ ബജറ്റിൽ വന്ന ലാസ്റ്റ് പോയിന്റാണ് സ്വകാര്യ നിക്ഷേപവും വ്യവസായ വളർച്ചയും പ്രോത്സാഹിപ്പിക്കാൻ ഇൻഡസ്ട്രി സ്റ്റാറ്റസ് നൽകിയ മേഖലകൾ ഏവ? ആൻസർ ടൂറിസം, സിനിമ. ടൂറിസത്തിനും സിനിമാ മേഖലയ്ക്കും ഔദ്യോഗികമായി ഇൻഡസ്ട്രി സ്റ്റാറ്റസ് നൽകി. ഇതിലൂടെ കുറഞ്ഞ വൈദ്യുതി നിരക്കുകളും ലളിതമായ ബാങ്ക് വായ്പകളും ലഭിക്കും. മുമ്പ് നിർമ്മാണ മേഖലയ്ക്ക് മാത്രം ലഭ്യമായ നികുതി ആനുകൂല്യങ്ങളും ഇനി ഈ മേഖലകൾക്കും ലഭിക്കും. ഒന്നുകൂടി പോയിന്റ് നോക്കാം. സ്വകാര്യ നിക്ഷേപവും വ്യവസായ വളർച്ചയും പ്രോത്സാഹിപ്പിക്കാൻ ഇൻഡസ്ട്രി സ്റ്റാറ്റസ് നൽകിയ മേഖലകളാണ് ടൂറിസം, സിനിമ.
ഇതോടെ ഈ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ക്ലാസ് അവസാനിച്ചു. ഇതിൽ പറഞ്ഞ പ്രധാന എല്ലാ പോയിന്റുകളും നമ്മൾ കറണ്ട് അഫയേഴ്സ് എന്നുള്ള ഭാഗത്ത് മസ്റ്റായിട്ട് ഉണ്ടാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒക്കെ ഇന്നത്തെ കാലത്ത് പുതിയ പദ്ധതികളാണ് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അതുവരേക്കും ബൈ.